കാണിച്ചു കൊടുക്കണമെങ്കിൽ എല്ലാം നഷ്ടപ്പെടിഞ്ഞൊന്നും നഷ്ടപ്പെടാനില്ല. ഇനി ആകെയുള്ള കുറച്ച് രേഖകളാണ്, അതിനാണ് ഈ പോകുന്നത്. ആവശ്യമുള്ളതും ഇല്ലാത്ത ഇഷ്ടം പോലെ ആൾക്കാർ അതിൽ കറങ്ങി നടക്കുന്നുണ്ട്. കുട്ടികളെ ഉണ്ടിപ്പെട്ടി അടക്കം പൊളിച്ചിട്ടൊക്കെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ എന്ത് മനുഷ്യന്മാരാണ്. വീട് കൂട്ടിയിട്ട് വീടുകൾ കേടുപാടില്ലാത്ത വീടിന്റെ ജനലൊക്കെ പൊട്ടിച്ചു കയറുന്നു. എന്റെ പെങ്ങളെ വീട്, ഇത് അവന്റെ വീട്, എല്ലാ വീടുകളും കുത്തി തുറന്നിട്ടുണ്ട്. അവിടെ ഫയലുകളുണ്ട്, രേഖകളുണ്ട്. ഇതെടുക്കണം. ഒരു നാട്ടുകാരനായ ആളാണ് അദ്ദേഹം. ഈ ദുരന്ത ബാധിത പ്രദേശ സ്ഥലമാണ്. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. പോലീസ് ന്യായമായും ഇതിൽ വരുമ്പോൾ ആദ്യം തടഞ്ഞാണ് വിടുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ധാർമ്മിക രോഷം പ്രകടിപ്പിച്ചത്. കാരണം പല വീടുകളിലും ഈ മോഷണമടക്കമുള്ള ചില കാര്യങ്ങൾ നടക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് ക്യാമ്പുകളിൽ താമസിക്കുന്ന ആളുകൾക്കൊരു ആശങ്കയാണ്. അവശേഷിക്കുന്നത് കൂടി ആരെങ്കിലും അപഹരിച്ചു കൊണ്ടുപോകുമോ? സർവ്വതും നഷ്ടപ്പെട്ടു, കുടുംബത്തിലെ പലരെയും നഷ്ടപ്പെട്ട്, സഹോദരന്മാർ, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ ഇവരെയൊക്കെ നഷ്ടപ്പെട്ടു. ഇതിനുശേഷം അവശേഷിക്കുന്ന വീടുകളിൽ കൂടി ഇത്തരം അതിക്രമങ്ങൾ കാണിക്കുന്നുണ്ടോ എന്ന ആശങ്ക, ആ ആശങ്ക ദൂരീകരിക്കാനായി വീടുകളിലേക്ക് പോകുന്ന ആളുകളാണ്. പോലീസ് അവരെ തടഞ്ഞു. എല്ലാവരെയും ഒരുപോലെ കഴിച്ചുവിടില്ല. പക്ഷെ ആ തടഞ്ഞപ്പോഴുള്ള ധാർമ്മിക രോഷമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. എന്തായാലും അദ്ദേഹത്തിന്റെ സങ്കടം കണ്ടതോടെ അവിടേക്ക് അദ്ദേഹത്തെ അയക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. എന്തായാലും തെരച്ചിൽ ആരംഭിക്കാനുള്ള ക്രമീകരണങ്ങൾ ഒഴിവാക്കിയിരിക്കുന്നു. രാവിലെ ഏതാണ്ട് ഒരു ശാന്തമായി ഒഴുകുന്ന പുഴയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ ഒരു ഉച്ചയാകുമ്പോഴേക്കും മഴ കനക്കും. പിന്നീട് വലിയ വെള്ളച്ചാട്ടമായി ഇത് ആ വെള്ളപ്പാച്ചിലായി മാറുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ഇന്നെന്തായാലും രാവിലെ അനുകൂലമായ ഒരു കാലാവസ്ഥയാണ് നിലവിൽ ചൂരൽമല ഭാഗത്ത് ഉള്ളത്. തെരച്ചിൽ നടത്താൻ ഏറ്റവും ഗുണകരമായ ഒരു സമയം ആണ് ഇരിക്കുന്നത്. പക്ഷേ ഈ മേഖലകളിൽ ഇന്നലെ നടത്തിയ തെരച്ചിലിൽ ഒരു മൃതദേഹം മാത്രമാണ് കണ്ടെത്താൻ കഴിഞ്ഞത്. അതുകൊണ്ട് ഇളക്കി മറിച്ച ഭൂമിയായി ഇവിടം കിടക്കുന്നു. കൂറ്റൻ പാറക്കഷ്ണങ്ങളാണ് ഈ ഉരുൾപൊട്ടലിലൂടെ ഇവിടേക്ക് വന്ന് അടിഞ്ഞു കൂടിയത്. ആ പാറക്കഷ്ണങ്ങൾ ഉരുട്ടി നീക്കിയാണ് ഈ പല ഭാഗങ്ങളും പരിശോധിച്ചത്. അത്തരത്തിലുള്ള പരിശോധനകളിൽ ഈ സ്കൂൾ പരിസരത്ത് നിന്ന് തന്നെ നിരവധി മൃതദേഹങ്ങൾ കണ്ടെടുക്കാൻ സാധിച്ചിരുന്നു. ഒപ്പം വലിയ കൂനകൾ 2-3 ആൾപ്പൊക്കത്തിലൊക്കെയാണ് അവിടെ മൺകൂനകൾ ഉണ്ടായിരുന്നത്. ആ മണ്ണും പലയിടത്തും നീക്കം ചെയ്താണ് മറുവശത്തേക്ക് ഇട്ടിരിക്കുന്നത്. ഇത്തരത്തിൽ അങ്ങേയറ്റം ശ്രമകരമായ ഒരു ജോലി തന്നെയാണ് ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇന്നും ആ പരിശോധനകൾ തുടരും. അതിനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അല്പസമയം ഇവിടങ്ങളിലേക്ക് ഈ രക്ഷാപ്രവർത്തകർ ഇറങ്ങുക തന്നെ ചെയ്യും. സൈന്യം താൽക്കാലികമായി നിർമ്മിച്ചിട്ടുള്ള ബെയിലി പാലത്തിലൂടെ നടന്നുകൊണ്ടാണ് MS അനീഷ് കുമാർ ആ വിശദാംശങ്ങൾ പങ്കുവച്ചത്. പ്രത്യേകിച്ച് ഈ ഒരു പാലം എന്നത് യഥാർത്ഥത്തിൽ ഈ മുണ്ടക്കൈ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് തെരച്ചിൽ സംഘത്തെ അടക്കം ബന്ധിപ്പിച്ച രക്ഷാപ്രവർത്തനത്തിൻ്റെ പാലം എന്ന് തന്നെ, അവരെ ബന്ധിപ്പിക്കുന്ന പാലം എന്ന് തന്നെ വിശേഷിപ്പിക്കാം. ഈ പാലം യുദ്ധകാലാടിസ്ഥാനത്തിൽ റെക്കോർഡ് വേഗത്തിൽ ആണ്, രാവും പകലും ഇല്ലാതെ അധ്വാനിച്ചുകൊണ്ടാണ് സൈന്യം ഈ ബെയിലി പാലം നിർമ്മിച്ച് അവിടെ പൂർത്തീകരിച്ചത്. അതിനുശേഷമാണ് വാഹനങ്ങൾ, ആംബുലൻസുകൾ ഉൾപ്പെടെയൊക്കെ ഇവിടേക്ക് അനായാസം കടത്തിവിട്ടു തുടങ്ങിയത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് വോളണ്ടിയർമാർ തെരച്ചിലിനു വേണ്ടി മുണ്ടക്കൈയിലേക്ക് പുറപ്പെടുന്നതിൻ്റെ ദൃശ്യങ്ങൾ ആണ് ഇപ്പോൾ കാണുന്നത്. ചൂരൽമല, മുണ്ടക്കൈ പ്രദേശങ്ങളിൽ ആണ് ഇത്തരത്തിൽ ഉള്ള തെരച്ചിൽ നടക്കുന്നത്. അതിനിടെയായിരുന്നു ഒരു പ്രദേശവാസി, മനസ്സിലാക്കുന്നിടത്തോളം അദ്ദേഹത്തിൻ്റെ പലതും നഷ്ടമായി എന്ന് വേണം മനസ്സിലാക്കാൻ. അദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലായത് നിരവധിയായ ആളുകൾ അവിടേക്ക് അനാവശ്യമായി അടക്കം കടന്നു ചെല്ലുന്നുണ്ട്. തൻ്റെ രേഖകൾ എങ്കിലും തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്, കടത്തിവിടണം എന്നതായിരുന്നു ആ പ്രദേശവാസിയുടെ ആവശ്യം. അദ്ദേഹത്തെ പ്രവേശിക്കാൻ അനുവദിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നത്. പക്ഷേ ഒരു അപകട മേഖലയാണ്, ദുരന്തബാധിത പ്രദേശമാണ്. അവിടേക്ക് പ്രദേശവാസികളാണ് എങ്കിൽ പോലും കടന്നു ചെല്ലുമ്പോൾ ഏറെ സൂക്ഷിക്കണം. പക്ഷേ മറ്റുള്ളവരെക്കാൾ, പുറത്തുള്ളവരെക്കാളൊക്കെ ആ പ്രദേശത്തെക്കുറിച്ച് ഒരു പരിധിവരെയൊക്കെ ധാരണയുണ്ടാകും. നേരത്തെ ആ വ്യക്തിയുടെ പ്രതികരണത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളുടെ വീടൊക്കെ കുത്തിപ്പൊളിച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള പ്രതികരണം കേട്ടു. ഒരു പക്ഷേ ഈ രക്ഷാപ്രവർത്തകർ അല്ലെങ്കിൽ തെരച്ചിൽ സംഘം അതിനകത്ത് ആരെങ്കിലുമൊക്കെ കുടുങ്ങിപ്പോയിട്ടുണ്ടോ എന്ന് പരിശോധിച്ചതുമാകാം. ഒപ്പം എപ്പോഴും സമൂഹത്തിൽ പുഴുക്കുത്തുകൾ എപ്പോഴുമുണ്ട്, എല്ലാവർക്കും ഇടയിലുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെയൊക്കെ മറവിൽ ആരെങ്കിലും
ഏതെങ്കിലും തരത്തിലുള്ള മോശം പെരുമാറ്റം നടത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ മോഷണ ശ്രമമൊക്കെ നടത്തിയിട്ടുണ്ടോ എന്നതൊന്നും നമുക്ക് തള്ളിക്കളയാനാകില്ല. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ അവരുടെ പ്രതികരണം നമുക്ക് വിലപ്പെട്ടത് തന്നെയാണ്.